എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്ന ബൈക്കിന്റെ ഇന്ന് ഡിസ്ക് ബ്രേക്കിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറാൻ പോവാണ്. അപ്പോൾ ബൈക്കിന് തീരെ ഡിസ്ക് കിട്ടുന്നില്ല, ബ്രേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇതിന്റെ ഫ്ലൂയിഡ് മാറി ബ്രേക്ക് സെറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് ഇതിന്റെ ഇവിടെയാണ് ഇതിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് നിറയ്ക്കുന്നത്, ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇവിടെ ഇത് കാണിക്കുന്നുണ്ട് ഓയിൽ ഉണ്ടെന്നുള്ളത്. പക്ഷെ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം ഇതെന്നാ അതിന്റെ അവസ്ഥ എന്നുള്ളത്. ഇതിന്റെ ഈ ഓയിലിന്റെ ഗേജിന്റെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓയില്. പക്ഷെ ഇതിന്റെ അകത്ത് ഓയിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്കിത് അഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഇനി ഓയിൽ ഇതേ പറ്റിയിരിക്കുന്നതാണോ എന്ന് നമുക്കിത് അറിയാൻ വേണ്ടിയാണ് ഇത് അഴിച്ചു നോക്കുന്നത്. ഇപ്പം ബ്രേക്ക് ഒട്ടും തന്നെ ഈ വണ്ടിക്ക് കിട്ടുന്നില്ല. ഇതെന്തോ ബ്രേക്ക് ഇല്ല. അന്നേരം അതുകൊണ്ടാണ് നമ്മളിത് അഴിച്ച് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇവിടെയും സ്റ്റാറിന്റെ 2 സ്ക്രൂ ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ അഴിക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചോണ്ട്. രണ്ട് സ്ക്രൂ ആണ് ഇതിനുള്ളത്. ഇത് സ്റ്റാറിന്റെ സ്ക്രൂ. ഇതിന്റെ അടപ്പാണ്. ഇവിടെ ഒരു വാഷറുണ്ട്, റബ്ബറിന്റെ. ഇപ്പോഴത് കണ്ടോ, ഇതിനകത്ത് ഓയില് ഒട്ടും തന്നെ ഇല്ല. ഇവിടെ ഓയില് തീരെ കുറവാണ് ഇതിൻ്റെ അകത്ത്. പക്ഷെ ആ മീറ്ററിന്റെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓയില്. അത് ഇതിന്റെ സൈഡ് വഴി പറ്റിയിരിക്കുന്നത് കൊണ്ട് അത് കാണിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മളത് നിറച്ച് ഫില്ല് ചെയ്തിട്ടാണ് ബ്രേക്ക് സെറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ മേടിച്ച ബ്രേക്ക് ഫ്ലൂയിഡ്. ഇത് 50 രൂപ വിലയുള്ളതാണ്. കിടക്കുന്നത് 60 രൂപയാണ്, 50 രൂപ ഉള്ളതിന് വില. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഒഴിക്കുന്നത്. ഇതൊഴിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എയർ പമ്പ് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്യണം. ഇതാണ് എയർ കളയുന്ന വാൽവ്. ഇതാണ് ഇതുവഴി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതുവഴിയാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാം. നമ്മൾ ഇതിനകത്തോട്ട് നിറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. നിറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാപ്പ് വെച്ച് അടയ്ക്കാൻ പോവാണ്. ഇത് ഒഴിച്ചത് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ചാടിപ്പോയത്. അത് കുഴപ്പമില്ല. നമ്മളിനി കുറച്ച് എയർ കളഞ്ഞ് ഇത് കളയുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ എയർ കളയുന്ന നോബ്. നമുക്ക് ഇതിവിടെ ഒരു ട്യൂബ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കളയുന്നത്. അല്ലെങ്കിൽ ഈ ഓയിൽ ഈ വണ്ടിയുടെ ഇതിലൊക്കെ വീണ് കഴിഞ്ഞാൽ പെയിന്റ് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇതുപോലത്തെ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ട്യൂബ് ഇതേ കണക്ട് ചെയ്തുകൊണ്ട് ആണ് ഇത് ലൂസ് ചെയ്യുന്നത്. ഇത് തൽക്കാലം ഇതിലോട്ട് കണക്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മളിത് ലൂസ് ചെയ്യുന്നതിനനുസരിച്ച്, ഇത് ലൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക് നല്ലപോലെ പമ്പ് ചെയ്ത് കൊടുക്കണം. പമ്പ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് നമ്മളിത് ലൂസ് ചെയ്യുന്നത്. ഇതാണ് ഡിസ്ക് ബ്രേക്കിൻ്റെ. ഇപ്പം നമ്മളിത് നല്ലപോലെ ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പോൾ ഈ ഓയിൽ ഇതിനകത്തോട്ട് ഇത് ഇറങ്ങി താഴെ ചെല്ലും. ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് ഞെക്കി പിടിക്കുക. ഞെക്കി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ആ വാൽവ് ലൂസ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ പിടിച്ചോണ്ട്, ഇതിപ്പം 11ന്റെ സ്പാനറാണ്. ഇത് വെച്ച് നമ്മളിത് ലൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ലൂസ് ചെയ്യുക. കുറച്ച് നേരം ഇതുണ്ട്, എയർ ഇങ്ങോട്ട് വന്നു.
വീണ്ടും ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പഴയ പോലെ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഇത് പമ്പ് ചെയ്യുക. ബ്രേക്ക് പമ്പ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുക. വീണ്ടും മുമ്പത്തെ പോലെ തന്നെ ഇത് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിവർ വിടരുത്. ഇത് പ്രസ് ചെയ്ത് തന്നെ പിടിച്ചിരിക്കുകയാണ്. ഇത് വിടരുത്, ഇത് ലൂസാവും. ഇങ്ങനെ തന്നെ പിടിച്ചോടെ വിടരുത് ഒരു കാരണവശാലും. ലൂസാക്കിയതിന് ശേഷം ഇപ്പം ഇതിന് ബലമില്ല, ബ്രേക്ക് ഒട്ടുമില്ലായിരിക്കും. വീണ്ടും നമ്മളിത് ടൈറ്റ് ചെയ്ത് വെക്കുക. പഴയപടി എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി വീണ്ടും മുമ്പത്തെ പോലെ തന്നെ നല്ലപോലെ പമ്പ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ബ്രേക്ക് ആയിട്ടുണ്ട്. പിടിക്കാൻ മേലാത്ത പോലെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ ആക്കി വെക്കുക. തീരെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അയച്ച് ഒന്നും കൂടെ സെറ്റ് ചെയ്യാം. ഏകദേശം ബ്രേക്ക് ആയിട്ടുണ്ട്. ഏകദേശം ഇത്രയും ബ്രേക്ക് ആയിട്ടുണ്ട്. നേരത്തെ ഒട്ടും ഇല്ലായിരുന്നു. നേരത്തെ ഇവിടെ വന്ന് ഇടിച്ചു നിൽക്കുകയായിരുന്നു. സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഈ ട്യൂബ് ഇവിടെ നിന്ന് അഴിച്ചെടുക്കുകയാണ്. ഈ ക്യാപ്പ് തന്നെ ഇവിടെ വെച്ച് അടച്ചു വെക്കുക. ശേഷം നമ്മൾ ഇന്ന് അഴിച്ചു നോക്കുകയാണ്. ഇതിനകത്ത് എന്തുമാത്രം ഈ ഓയിലുണ്ട്. ഇത് കറക്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് കുഴപ്പമില്ല, സാധനമുണ്ട്. ശകലം കുറവേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ശകലം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം, വെള്ളം കയറാതെ. ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കി എടുക്കുക. ഇനി നമ്മൾ ബ്രേക്ക് ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ബ്രേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈക്കിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറി ബ്രേക്ക് റീസെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിങ്ങനെ ബ്രേക്ക് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ബ്രേക്ക് കുറഞ്ഞു പോകുന്നത്. ഒന്ന്, ഓയിലിന്റെ കുഴപ്പം കൊണ്ട്, ഓയിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ട് എയർ കയറിയിട്ട് ബ്രേക്ക് കിട്ടാതെ വരും. രണ്ടാമത്, നമ്മൾ താഴെയുള്ള ബ്രേക്ക് പാഡ് തേഞ്ഞ് തീർന്നിട്ട്, നേരത്തെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക് പാഡ് മാറുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. അന്ന് ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. ബൈ.